ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ക്രിസ്മസ് ആയിട്ട് ഫാമിലി എല്ലാവരും കൂടെ നമ്മുടെ മാമയുടെ വീട്ടിൽ കൂടിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ മാമയുടെ വീട്. നമ്മൾ എല്ലാ ഓണത്തിനും ക്രിസ്മസിന് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. നോർമലി ഓണത്തിന് 2 കൊല്ലമായിട്ട് നമ്മളിങ്ങനെ കൂടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് എന്താ ക്രിസ്മസിന്റെ വിശേഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ട്. കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഒരു ട്രിപ്പിന് പോവുകയാണ്. ഒരു വണ്ടി ട്രിപ്പാണ് കേട്ടോ. അത് എവിടെയാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ആ സ്ഥലത്തിൽ പോകുന്നതൊക്കെ. അപ്പൊ ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മായം 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 എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പോ അമ്പൂരി എല്ലാം ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത്. ഫുഡെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലഞ്ച് ഇന്ന് അവിടെ നിന്നാണ് കഴിക്കുന്നത്. നല്ല വെറൈറ്റി സാധനമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കാം. ഇവിടെ ഇപ്പോ വണ്ടിയൊക്കെ പോവാൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് എത്തിയതിന് ശേഷം ബാക്കിയുള്ള വിശേഷം കാണിക്കാം. അതിന് മുമ്പായിട്ട് ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ടൊക്കെ നമ്മൾ കാണുന്ന ബേക്കറിയിലേക്ക് കാണുന്ന കേക്ക് ഉണ്ടല്ലോ, അത് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം വാങ്ങിക്കണം. അപ്പൊ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോവാട്ടോ. കേക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യേണ്ട, നമുക്ക് അവിടെ എത്തിയതിനു ശേഷം കട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ എത്തിയതിനു ശേഷം കേക്ക് കട്ട് ചെയ്യാം. ഓ എന്റെ അടുത്ത് അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഞാൻ കാറിൽ പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. അവസരം എന്റെ കുറച്ചൊക്കെ എന്റെ ബൈക്കിൽ വരേണ്ടി വന്നു. കാറിൽ കളിച്ചിട്ട് ബൈക്ക് ഉണ്ടാണ്. നല്ല ഫീലാണ്. ഒരു മണിക്കൂർ ഈ വെയിലും കൊണ്ടാണ് പോയി. ഈ കൊല്ലത്തില് എത്തും. ഇവൻ ആ കാര്യത്തിൽ ഞാൻ സംഭവിച്ചു. കാരണം ഇന്നലെ രാത്രി ഇവനാണ് വണ്ടി ഓടിച്ചത്, കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നെടുമങ്ങാട് വീട്ടിലായിരുന്നു. ഇവിടെ പരലോടാണ് മാമയുടെ വീട്. അപ്പൊ അവൻ ഇവന്റെ പറപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഫ്ലൈറ്റിലൊക്കെ ഇരുന്നോളൂ ഞാൻ ഫീൽ ചെയ്തത്. ആ വിശ്വാസത്തിനെ മറ്റും ഞാൻ ഇവന്റെ ബുള്ളറ്റിൽ കയറി. നമ്മള് മായം കടവ് എന്റെ ഒരു വിശ്വാസം. ഞാൻ ഇതിന്റെ ട്രെയിൻ ബൈക്കിൽ എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. ഇത് നേരത്താമല്ലേ? വന്നിട്ടുണ്ട് ഓർമ്മയുണ്ട്. ആ ഇതുവഴിയാണ് പോകുന്നല്ലേ? കുഞ്ഞായിരിക്കുമ്പോഴവിടെ വന്നേ. കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം 6-7 വയസ്സ്. 2 കപ്പിൾസ് പോകുന്നു ഗൈസ്. നമ്മൾ ആ കപ്പിൾസിനെ ഫോളോ ചെയ്തിട്ട് പോകുകയാണ്. മോനെ ഏതെടാ സ്ഥലം? അടിപൊളി ഫോട്ടോ അവിടെ എടുക്കണോടാ ഫോട്ടോ എടുക്കണോടാ. നിർത്തിക്കാ. ഇനി ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോകുന്നുള്ളൂ. വീഡിയോ ഒക്കെ കുളമായി. നമ്മള് ശരിക്കും ഈ പറഞ്ഞ മായൻകടവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ വെള്ളം കയറിയിട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായി. ഞാൻ എന്റെ വീഡിയോസ് കാണിക്കുക ഇതിന്റെ ഇടയിൽ കൂടെ. അപ്പം ഏകദേശം സമയം 2:45 ആയതുകൊണ്ട് എല്ലാവർക്കും വിഷമം. കുട്ടികളൊക്കെ ഉണ്ട്, മുതിർന്നവരുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ലേ. ഇവിടെ ഒരു ഹോട്ടലുണ്ട് തൊട്ടപ്പുറത്ത്, ആ വെള്ളം കിടക്കുന്നതിന്റെ സൈഡിലായിട്ട് ഒരു സൈഡ് കോർണറിലായിട്ട്. പിന്നെ ഇവിടെ വേറൊരു ഷോപ്പുണ്ട്, ഐസ്ക്രീമും ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അവര് വീടോട് ചേർന്നിട്ട് ഇവിടെ ഫുഡും കിട്ടും കേട്ടോ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഊണൊക്കെ കഴിഞ്ഞു. ഓൾറെഡി വീട്ടിൽ ഫുഡ് ഉണ്ടായി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യം അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ ഫുഡൊക്കെ ഇരിക്കാണ്ട് ഫുഡൊക്കെ ഞാൻ കാണിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവന്നുള്ളത്. കാണിക്കേ. മീൻ പൊരിച്ചതാ? യമ്മി. പിന്നെ എന്തൊക്കെ? ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയാണ് ഇത്. പിന്നെ ഇത് ചട്നി, മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു ചട്നിയാണ്. കഴിച്ചു നോക്കണം ഇത് എന്തൊക്കെയാണെന്നുള്ള അറിയാൻ. ഗൈസ്, അങ്ങനെ മരിച്ചിനിയും മീൻ പൊരിച്ചതും ചമ്മന്തി, ചട്നി, പിന്നെ മുളകിന്റെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. നീ എടുത്താടാം. ഞങ്ങൾ ഇവിടെ കടവത്ത് വന്നിരുന്ന് വൈബ് ആസ്വദിച്ച് കഴിക്കാന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾക്ക് ഈ വൈബേ കിട്ടിയുള്ളൂ. ആ വെള്ളം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒഴിഞ്ഞിരുന്നെങ്കിൽ അതിക്കിരുന്ന് കഴിക്കാറ്. അപ്പൊ വൈബ് കുറച്ചുകൂടെ കൂടിനെ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിക്കട്ടെ. നോക്കിക്കേ, നമ്മളെവിടെ ഇരിക്കുന്നേന്ന് കാണുമ്പോഴത്തേക്കും നല്ല സുന്ദരമാണെങ്കിലും വെയിലുണ്ടല്ലോ, 1000 വാൾട്ടിൽ അടിക്കുന്നുണ്ട് ഇവിടെ. വന്ന സ്ഥിതിക്ക് ഇവിടെ ഇച്ചിരി വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു സ്പേസ് കിട്ടിയപ്പോ ഞാൻ ചാടി ഇറങ്ങി. നോക്കിക്കേ, പക്ഷെ ഇവിടെ എന്തെല്ലോ കാലിൽ കയറിയിട്ട് കുടുങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറുകയാണ്. വേറെ വെള്ളത്തിലിറങ്ങാൻ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാണ്.
എന്റെ മുട്ട് വരെ നനയുന്നുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ച് കയറ്റോ? മായം എന്നുള്ള സ്ഥലം ഒരു മായം മാത്രമായി അവസാനം ഞങ്ങള് ഇവിടെ മാമാടെ വീടിന്റെ അടുത്ത് പറണ്ടോടുന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ട് ഉള്ള ഒരു സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വന്നപ്പോഴും ഇതേ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ സ്ഥലത്ത് വന്നിട്ടുള്ള എന്റെ. ഇപ്പൊ ഒരു വ്ളോഗും ആയി. ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഓരോരുത്തരും ഓരോ പേരാണ് പറയുന്നത്. ഇനി ആർക്കെങ്കിലും അഥവാ ഈ സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ പറണ്ടോട് എത്തിയിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞു തരാം. ഭയങ്കര സൂപ്പറാണ്. ഭയങ്കര സൂപ്പർ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് മീൻസ് എന്താ പറയാ, അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത്, പിള്ളേരും എല്ലാരും ഒക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പോ അത്ര ദൂരത്തിന് ഞാൻ നടന്ന് ഈ സെന്ററിൽ എത്തിയിരിക്കുന്നത്. ഈ സെന്ററിൽ വെള്ളം കുറവാണ്, ഒഴുക്കുണ്ട് അത്യാവശ്യം. ഒരു 6 മണിയൊക്കെ മതി, നല്ല ഒഴുക്കുണ്ടാവും. ഞാനിവിടെ ഇരിക്കട്ടെ. എടാ നമ്മളെ കേക്ക് എവിടെ? കേക്ക് കേക്ക് കേക്കൂ കേക്ക് ഞാൻ കേക്ക് കേക്ക് കട്ടിയട്ടെ. ആരില്ല സ്റ്റാർട്ട് പറഞ്ഞിട്ട്, കത്തിയില്ല. ഈ വർഷത്തിലെ അവസാനത്തെ കേക്കാണെന്ന് തോന്നുന്നത്. കത്തി എടുത്തിട്ട് തൽക്കാലം നമുക്കൊരു സ്പൂൺ കിട്ടിയിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാൻ കത്തിട്ട് കഴിക്കാൻ. ഇതാരുടെ എന്റെ ബാക്കില്? എനിക്ക് നീന്താനൊന്നും അറിയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ചത്തതുപോലെ കിടക്കും വെള്ളത്തിൽ. ഇത് മാത്രമേ അറിയുള്ളൂ ഗൈസ്. ഫുള്ള് നന്ദി. ഇവിടെ ഒന്നും കുളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം കുളിക്കാൻ പറ്റിയില്ല, ഇപ്രാവശ്യം നമ്മൾ കുളിക്കും. ആ 6 മണിയാകുമ്പോ ഇവിടെ ഡാം തുറന്നു വിടും. ഇതിനകത്ത് ഇവര് ബോട്ട് സർവീസ് നടത്തുകയാണ്. ഇതാ പോകുന്ന ബോട്ട് 1 ഹവറിന് 100 രൂപ. ഞാൻ അടി കൂടെ പൊങ്ങി ക്യാമറ അവിടെ വരാം. റെഡി 1 2 3 സ്റ്റാർട്ട്. എവിടെടാ മുങ്ങിയവൻ? എവിടെടാ മുങ്ങി? ആ ഓക്കെ ഓക്കെ, അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി. ഇതിനാണല്ലോ അവിടെ. മതിയായില്ലല്ലോ. ഡാം തുറന്നാടോ? വെള്ളം കൂടിയില്ലേ? വെള്ളം കൂടി, കാലിന്റെ ഇവിടെ വരെ വെള്ളം കയറി. കാലിന്റെ അറ്റം. സത്യം പറയട്ടെ, ഇവന്മാരൊക്കെ വെറും കള്ളന്മാരാണ്. അത് നമ്മൾ ഈ പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇവിടെ എത്ര വെള്ളം ഉണ്ടെന്ന്. ഞാൻ കാണിച്ചു എത്ര വെള്ളം ഉണ്ടെന്ന്. കള്ളന്മാർ ഇത്രേ ഉള്ളൂ വെള്ളം, ഇത്രേ ഉള്ളൂ. നോക്കിക്കേ എന്റെ മുട്ടിന്റെ പോണേ കള്ളന്മാര്. നമ്മൾ ലോക്കാ, നമ്മൾ താമസിച്ചു. അതെ, ഒരു കാറിൽ ഇത്ര ഒരു കൊള്ളോ? നമ്മളൊരു ബൈക്കിലാണ്. ഞാൻ ഇവനും ബൈക്കിലാണ്. ഞാൻ എന്റെ മുറിച്ചക്കനും ബൈക്കിലാണ്. കാലിനൊക്കെ ഭയങ്കര വേദനയാണ്. ഇതിലുള്ളത് കൂടുതൽ പെബിൾ സ്റ്റോൺ ആണേ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തീരെ ആഴമൊന്നുമില്ല. ബട്ട് ഈ ഒഴുകി വരുന്നതിന്റെ വേഗത കൂടി. ഇവിടെ ഡാം ഉണ്ട്, ഡാം തുറന്നിട്ട് വെള്ളമാണ് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്പീഡ് കൂടിയത് തുറന്നിട്ടിട്ടുണ്ട്, നല്ല ഒഴുക്കുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ നീന്തൽ, ഞാനല്ല, എനിക്ക് നീന്തൽ അറിയത്തില്ല. എല്ലാവരും നീന്തലൊക്കെ മതിയാക്കിയിട്ട് തിരിച്ചു കയറി. അതൊക്കെ ഭയങ്കര പാടാണ്. നല്ല കുത്തുന്ന കാലില് നല്ല മസാജാണ്. ഇവിടെ ഒഴുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഡാം തുറന്നു വന്നു. നമ്മൾ ഡാം തുറന്നുകൊണ്ട് നല്ല കേട്ടോ വൃത്തിയത്. ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഗന്ധർവ് വരും എന്നാ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. കൊതിപ്പിക്കരുത്, കൊതിപ്പിക്കരുത് മാമി. ഞാൻ കാത്തിരിക്കുവാണ് എന്നൊക്കെ. ഗന്ധർവൻ വരുന്നൊക്കെ ഇവര് പേടിപ്പിക്കുക.
പക്ഷെ ഞാൻ കാത്തിരിക്കുകയാണ്. ഓ വരാൻ പറ്റുന്നില്ല പഠിച്ചോനെ. ഓ എന്ത് വേദനയാണ്. ഇനി ഇനി ഞാനുണ്ടല്ലോ വൈൻഡ് പാക്കാൻ സമയമല്ല. ബിക്കോസ് ഈ പോണ വഴിയുണ്ടല്ലോ അത് എനിക്ക് എന്തായാലും കാണിച്ചു തരണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് വൈൻഡ് ആകില്ല. ഇത് പൂർണ്ണതയിൽ എത്ര കൊച്ചെ നിന്റെ ചെരുപ്പ് ഇതാ ഒഴുകി പോകുന്നു. വേണ്ടേ അയ്യവാ. നോക്കിക്കേ ഇവിടെ എനിക്ക് എപ്പോ വന്നു കഴിഞ്ഞാലും മാമയുടെ വീട്ടിൽ വന്ന് ഇവിടെ വരണം ആഗ്രഹമുള്ളൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇത്. ബുദ്ധിയായില്ല കുളിച്ചിട്ട് മുടിയൊക്കെ ഇല്ലേമയായി. ഇനി സലൂണിലെ കൂടി സെറ്റപ്പ് ആക്കണം. ഇപ്പൊ ആളുകളൊക്കെ കുളിക്കാൻ വന്നിരിക്കുകയാണ്. അവരെ കുളിച്ചിട്ട് നമുക്ക് കാണണ്ട, നമ്മള് പോകുന്നു. ഈ വഴിയും കാണിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ഗൈസ്. വഴി കൂടെ കണ്ടിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഇതാണ് കേട്ടോ അവിടെ വഴി. നീ എന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടാ. കാരണം ഞാൻ മറിഞ്ഞിട്ട് വീഴുന്ന എടുക്കാൻ ഒരാൾ വേണമല്ലോ. ഇതിന്റെ വഴി ഭയങ്കര രസമാണ്. അതുകൊണ്ടാണ് ഈ വഴി കാണിച്ചിട്ടെന്ന് പറഞ്ഞത്. ഇങ്ങനൊരു കാട്ടുമുക്ക് വഴിയാണ് നമ്മളിതിനകത്തോട്ട് വരുന്നത്. നടക്കാനുള്ള ചെറിയ ഇത്രേ ഉള്ളൂ കേട്ടോ. അവിടെയാണ് റോഡ്. അവിടെ നമ്മള് വണ്ടിയൊക്കെ ഇടേണ്ടത്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെ വെള്ളം വരുമോ ശംഷാദെ? ആ ഇവൻ പറയുന്നതാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. പോടാ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ശരി ഗൈസ്, ഞാൻ ടയർഡായി. നെക്സ്റ്റ് വ്ലോഗിൽ നമുക്ക് കാണാം. ബൈ ബൈ. വീഡിയോ എടുത്ത് തിരിഞ്ഞു നോക്കണം ഞാൻ താഴെ.